ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജു പോഡ്. സോ നമ്മൾ സ്കോപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് സീരീസിലെ നെക്സ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് റോയൽ മെക്ക്, അതായത് ഫീമെയിൽസിനൊന്നും പറ്റാത്തൊരു ഫീൽഡാണ് എന്നുള്ള രീതിയൊക്കെ. ഇറ്റ്സ് ആക്ച്വലി ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, ഇതിൽ നമ്മൾ ആക്ച്വലി ഫിസിക്കലി ചെയ്യേണ്ട, അതായത് മെക്കാനിക്ക് ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യേണ്ട ഒരാളേ അല്ല. ഇത് കംപ്ലീറ്റ്ലി മെഷീൻ ഇതായിട്ടുള്ള സെക്ടറുകളിൽ വർക്കാണ്. സോ ഞാൻ എന്തായാലും നമുക്ക് വീഡിയോയിൽ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഓൾഡസ്റ്റ് ആൻഡ് ബ്രോഡസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. അതായത് നമ്മുടെ കോറായിട്ട് നമ്മൾ നോർമലി പറയാറുള്ളത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ഓൾഡസ്റ്റ് ബ്രാഞ്ചാണ്. അത് മാത്രമല്ല ഡിസൈൻ, അനലൈസിങ് ആൻഡ് ബിൽഡിങ് ഫ്രം, അതായത് വെറും മാക്രോസ്കോപ്പിക് ഡിവൈസുകൾ മുതൽ നമ്മുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വലിയ സിസ്റ്റംസ് വരെ ഉണ്ടാക്കുക എന്നുള്ള അത്രയും വലിയ റോളുള്ള ആൾക്കാരാണ് ആക്ച്വലി ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ മെയിൻ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഡിസൈനിങ് വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഒരു സിസ്റ്റത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ മോഡൽ നമ്മൾ ഒരു ഇമാജിനേഷനിൽ നിന്നൊരു കൺസെപ്ഷ്യലൈസ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്കെച്ച് ചെയ്യുക, ക്യാഡുകളൊക്കെ യൂസ് ചെയ്ത്. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, അതായത് റോ മെറ്റീരിയലുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങളിലേക്ക് എത്തിക്കുക. ദെൻ തെർമൽ സിസ്റ്റത്തിലേക്ക് പറയുകയാണെങ്കിൽ ഹീറ്റ്, തെർമൽ എനർജി, ആ രീതിക്കുള്ള സാധനങ്ങൾ, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതിലൊക്കെ വരുന്ന സാധനങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാൻ വരിക. പിന്നെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടാവില്ല. എഞ്ചിനീയറിംഗിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വെഹിക്കിളുകളാണ് പലതും, EV, ആ രീതിക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതില്ലാതെ ഹൈഡ്രജൻ ഫ്യൂൽസ്, ആ രീതിക്കൊക്കെ ഉള്ള സാധനങ്ങൾ പലതും ചെയ്യേണ്ടത് ആക്ച്വലി ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാവിയിൽപ്പെട്ട സാധനങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആക്ച്വലി എ വേഴ്സറ്റൈൽ ഫീൽഡ് ആണെന്ന് നമുക്ക് പറയാം. അതായത് എയറോസ്പേസിൽ മുതൽ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ പല ഡിവൈസുകളും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡിസൈൻസും സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ദെൻ ഹെൽത്ത് കെയർ സെക്ടറും അതോടൊപ്പം തന്നെ എനർജി സെക്ടറും നമ്മൾ നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 സെക്ടറുകളിലാണ് നമ്മൾ ആക്ച്വലി നമുക്ക് ആ ഒരു വേഴ്സറ്റൈലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ദെൻ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ്. അതായത് പലരും കേട്ട് കാണും, അതായത് ഒരു 2010 അല്ലെങ്കിൽ 2000 ആ ഒരു ഏജ് വരെ ആയിരുന്നു, 2010 ആ ഒരു റേഞ്ച് വരെ ആയിരുന്നു ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഹൈലി ഡിമാൻഡ് ഉള്ളൊരു സമയം. അതിനുശേഷം ഇൻഡസ്ട്രി ഭയങ്കര താഴോട്ടേക്കാണ് എന്നുള്ള രീതിക്ക് കേട്ടു. ആക്ച്വലി സൈഡ് എന്ന് പറയുന്നത് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വല്ലാതെ ഉയർന്നു, പിന്നെ മെക്കാനിക്കലിൻ്റെ സ്കോപ്പ് കുറഞ്ഞു എന്ന് പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ആക്ച്വൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ 2008-10 അത് ആ ഒരു സമയം ആകുമ്പോഴേക്ക് ആക്ച്വലി ടു ബി ഹോണസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ഓഫ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്, അതായത് കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് ഡിമാൻഡ് കൂടി, പക്ഷേ സപ്ലൈ അത്രത്തോളം ഇല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിന് ആവശ്യം വന്നു. അപ്പോൾ ആക്ച്വലി അന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അതിനേക്കാൾ ഡിമാൻഡ് കമ്പ്യൂട്ടർ സയൻസിന് വന്നപ്പോഴാണ് ആക്ച്വലി എന്തുണ്ടായിട്ടുള്ളത്, ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സ്കോപ്പ് കുറഞ്ഞു എന്നുള്ള രീതിക്കായത്. പക്ഷേ ആക്ച്വലി അവിടെ സ്കോപ്പ് കുറഞ്ഞതല്ല, മെക്കാനിക്കലിൻ്റെ സ്കോപ്പ് കുറഞ്ഞതല്ല, അവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്കോപ്പ് കൂടിയതാണ് ആക്ച്വലി. ദെൻ ദി ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മൾ തന്നെ ഇന്നോവേറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളൊരു മെഷീനെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെ സ്കെച്ചും സാധനങ്ങളൊക്കെ ആ ഒരു രീതിക്കുള്ള ഒരു ഇമാജിനേഷനും കൂടെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സാധനമായിരിക്കും. ദെൻ ഗ്ലോബൽ ലെവൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ പറ്റും. ദെൻ ഗവൺമെൻറ് സെക്ടറിലാണ് ഇൻ്റർനാഷണൽ സ്കെയിലായിട്ട് തന്നെ പല രീതിക്കുള്ള ജോലികൾ ആക്ച്വലി ഞാനിപ്പോൾ മുമ്പൊക്കെ പറഞ്ഞ പലതും ഒക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പായിട്ട് വരുന്നുണ്ട്. ദെൻ ദി മേജർ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ദിസ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എയറോസ്പേസ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി ഫീൽഡുകൾ, ദെൻ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻസ് ആൻഡ് മറൈൻ. നിങ്ങൾ ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മുടെ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ സാധനങ്ങളിലൊന്നാണ് ഈ റോബോട്ടിക്സ്. അതുപോലെ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഏതാണ്ട് ഒരു 4 കൊല്ലം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ എന്താണ് ആക്ച്വലി ഇനിയിപ്പോൾ ഓൾറെഡി വണ്ടികളും സാധനങ്ങളൊക്കെ ആയി, ഇനിയിപ്പോൾ ഒരു ഹൈഡ്രജൻ ഫ്യൂലും കൂടെ ചെയ്താൽ ഏതാണ്ട് കഴിഞ്ഞില്ലേ എന്നുള്ളത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 4 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇത്രയും
രീതിക്ക് നമ്മുടെ എന്താ പറയുക ഹൈബ്രിഡ് എഞ്ചിൻസും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്നുള്ള രീതിക്കല്ലാതെ ഹൈബ്രിഡ് എഞ്ചിനുകൾ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള കൂടി ഇതിലൊക്കെ ആക്ച്വലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ EV സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ബാറ്ററി ലൈഫിനെ കുറിച്ചും എത്രത്തോളം പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സോ ആ ഒരു ഫീൽഡിലൊക്കെ ആക്ച്വലി ആർക്ക് ബെനിഫിറ്റ് ഉണ്ട്? നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്. ദെൻ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ സാധ്യതകളാണ് അവിടെ കൂടുന്നത്. ദെൻ റോബോട്ടിക്സ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ഭൂമിയിലുള്ള സാധനമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ലൈൻസ്, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ദെൻ മറൈൻ ടെക്നോളജി, ഷിപ്പ് ബിൽഡിംഗ്, ആ രീതിക്കുള്ള സാധനങ്ങളൊക്കെ. ദെൻ ദി എമേർജിങ്, അതായത് ഇപ്പൊ ഏറ്റവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇതേതാണ് എന്ന് ചോദിച്ചാൽ ആക്ച്വലി ദാറ്റ് ഈസ് AI മാനുഫാക്ചറിങ്, AI ഇൻ മാനുഫാക്ചർ എന്നാണ്. അതായത് AI എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഡിക്റ്റീവ് മെയിൻ്റനൻസ് ഓഫ് AI, ആ രീതിക്കുള്ള സാധനങ്ങൾ ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആ രീതിയിലുള്ള ജോലികളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. ദെൻ ഇലക്ട്രിക് വെഹിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EV സെക്ടർ, 3D പ്രിന്റിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻസ്, ദെൻ റിന്യൂവബിൾ എനർജി, അതും കൂടെ നമ്മൾ നോക്കേണ്ട സാധനമാണ്. ഈ ഒരു എനർജി ഫീൽഡ് എന്ന് പറയുന്ന ആക്ച്വലി ഭയങ്കര ഹൈ പ്ലേസ്മെന്റും ഹൈ സാധനങ്ങളും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് പൊതുവേ കൊടുക്കാറുള്ള ഒരു ഫീൽഡും കൂടിയാണ്. ദെൻ ഇൻഡസ്ട്രീസ് 4.0 ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ. ദെൻ ദി കരിയർ റോൾസ് ഓഫ് എ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ CAD സിസ്റ്റത്തിലേക്ക്, അതായത് CAD എഞ്ചിനീയേഴ്സ് ആയിട്ട് ക്രിയേറ്റീവും സാധനങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കും. ദെൻ ക്വാളിറ്റി പ്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ് ആയിട്ട് നടക്കും. ദെൻ നമ്മുടെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേറ്റീവ് എഞ്ചിനീയർ ആയിട്ട് നടക്കും. ദെൻ മെയിൻ്റനൻസ് ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട്. ഇതിൽ മെയിൻ നോക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻസിൽ ഒരുപാട് ഡിമാൻഡിങ് ആയിട്ട്, കാരണം റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടേഷണൽ സ്കില്ലും കൂടെ അവിടെ നമുക്ക് മോർ ദാൻ മെക്കാനിക്കൽ പ്ലസ് കമ്പ്യൂട്ടേഷൻ സ്കില്ലാണ് ആക്ച്വലി അവിടെ ഡിമാൻഡിങ് ആയിട്ട് വരിക. ദെൻ ഹയർ സ്റ്റഡീസ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. BTech, ദെൻ MTech എന്നുള്ള ഒരു സാധനമുണ്ട്, സ്പെഷ്യലൈസ്. നമുക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. തെർമൽ, ഡിസൈൻ, മാനുഫാക്ചറിങ്, ഇതിൽ ഏതാണ് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് BTechന് ശേഷം പഠിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു മാനേജ്മെന്റ് സൈഡിൽ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് MBA, IIMകളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് CAT എഴുതിയിട്ട് നമുക്ക് MBA ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേറ്റീവിലാണ് താല്പര്യമെങ്കിൽ പല UG, PG പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, ഓട്ടോമേറ്റീവ് സെക്ടറുകളുണ്ട്. റോബോട്ടിക് സെക്ടറുകൾ മാത്രമല്ല പല സെക്ടറുകളുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ബൂമുള്ള ഇപ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ബൂം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് ആക്ച്വലി റോബോട്ടിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ദെൻ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സും സാധനങ്ങളുമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു മിനിമൽ ലെവലിലെങ്കിലും ഒരു ഓട്ടോകാഡിൻ്റെ ഒരു CAD സാധനങ്ങൾ നമുക്ക് ഒരു സർട്ടിഫിക്കേഷനായിട്ട് വേണ്ടതുണ്ട്. ദെൻ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്, 6 സിഗ്മ പോലത്തെ സർട്ടിഫിക്കറ്റുകൾ. ദെൻ കരിയർ ഗ്രോത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ റോൾ നമുക്കൊരു റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതൊരു ഓൺട്രപ്രണർ ലെവലിലേക്കോ മറ്റോ ഒക്കെ നമുക്ക് ചിന്തിച്ചാൽ വളരെയധികം ഒരുപാട് ഗ്രോത്ത് നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ എന്തൊക്കെ സ്കില്ലുകൾ ആവശ്യമായിട്ടുണ്ട്, എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒന്നാമത്തേതായിട്ട് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടോ എന്നുള്ളത്, അതായത് അനലിറ്റിക്കൽ തിങ്കിങ്. ഇപ്പോൾ ഒരു ഏതൊരാളും പ്ലേസ്മെന്റിന് വന്നിപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കുന്ന സാധനമാണ് ഈ നമുക്ക് എത്രത്തോളം അനലിറ്റിക്കൽ തിങ്കിങ്ങുകൾ ഉണ്ട്, റൂട്ട് കോസ് അനാലിസിസുകൾ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. ദെൻ ടെക്നിക്കൽ സ്കിൽ, ഒബ്വിയസ്ലി BTech ആണ് പഠിക്കുന്നത്, ബാച്ചിലർ ഇൻ ടെക്നോളജിയാണ്. സോ നമുക്ക് ടെക്നിക്കൽ സ്കിൽ അത്യാവശ്യം ഉണ്ടായിരിക്കണം, മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, മെറ്റീരിയൽ സയൻസ് ഒക്കെ പോലത്തെ ഇതിൽ. ദെൻ ക്രിയേറ്റിവിറ്റി, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ എന്തായിരിക്കണം, നമുക്ക് ഒരു സാധനത്തിന് ഇമാജിൻ ചെയ്ത് അത് നമുക്ക് ഒരു ഫിഗറൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ AutoCAD ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു CAD നമുക്കൊരു ആ ഒരു സാധനം ഉണ്ടായാൽ മതി, അതായത് മെഷീൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ തന്നെ മതി. പക്ഷേ അങ്ങനത്തെ ഒരു ഡിസൈൻ തിങ്കിങ്ങും ഇന്നോവേഷൻസും ഉള്ള ഒരാളായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ആ ഒരു രീതിക്ക് മതി. ദെൻ സോഫ്റ്റ്വെയർ നോളേജ് ഉണ്ടായിരിക്കണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AutoCAD ഒക്കെ പോലത്തെ CADകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ സിമുലേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ്, അതായത് പ്രോഗ്രാമിങ്ങിൽ നമുക്കൊരു ബേസിക് സാധനം, ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമോട്ടീവിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്തായാലും. ദെൻ നമ്മുടെ
ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ. അത് ആക്ച്വലി എല്ലാ ഫീൽഡുകളിലും നമുക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആക്ച്വലി ഒരു ടീം വർക്കിനും ഒരു വർക്ക് സ്പിരിറ്റ് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്നത്. ദെൻ സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ആക്ച്വലി ഇതിൽ നമുക്ക് എംപ്ലോയേഴ്സായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. അതായത് നമ്മുടെ ഒരു മെക്കാനിക്കൽ പ്ലസ് കമ്പ്യൂട്ടേഷൻ സ്കിൽ എന്ന് പറയുന്നവർക്ക് എന്നും ഭയങ്കര ഹൈലി ഡിമാൻഡിങ് ആണ്. ദെൻ ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്തൊക്കെ എന്ന് ചോദിക്കുന്നവരോടാണ് സ്മാർട്ട് മാനുഫാക്ചറിങ്, അതായത് AI ഡ്രിവൺ ആയിട്ടുള്ള ഫുൾ കണക്റ്റഡ് പ്രൊഡക്ഷൻ എക്കോസിസ്റ്റങ്ങൾ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സസ്റ്റൈനബിൾ എനർജി, അതായത് ഞാൻ ഹൈഡ്രജൻ ഫ്യൂൽ, നെക്സ്റ്റ് ലെവൽ എനർജീസ് ആണ്, റിന്യൂവബിൾ എനർജി സോഴ്സുകൾ, ക്ലീൻ ടെക് സിസ്റ്റംസ്. അതായത് നമ്മളിപ്പോൾ ഒക്കെ കേൾക്കുന്നുണ്ട്, അതായത് ഡൽഹിയിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്, കാർബൺ എമിഷൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്സിജൻ്റെ ലഭ്യത കുറവിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ആക്ച്വലി പ്രശ്നം വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ പെട്രോൾ എഞ്ചിനുകളിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്ത് ചിന്തിക്കാം എന്ന് ചോദിക്കുന്നിടത്താണ് അവിടെയൊക്കെയാണ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ റെലവൻസ് വരുന്നത് എന്ന് പറയുന്നത്. ദെൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, റോബോട്ടുകളുടെ ഒരു ലോകമാണ് ആക്ച്വലി ഇനി വരാൻ പോകുന്നത് എന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, സർജിക്കൽ സിസ്റ്റംസുകൾ, ഓട്ടോണോമസ് മെഷീനുകൾ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EV ഇൻഡസ്ട്രി ഗ്രോത്ത്. അതായത് നമുക്കറിയാം ഇപ്പോൾ പണ്ടൊന്നും നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ, ഒരു 6 വർഷമൊക്കെ മുമ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ നിരത്തുകളിലൊന്നും ഒരു ഇലക്ട്രിക് കാറോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കോ ഒന്നും കാണാറില്ല. ബട്ട് ഇന്നത്തെ അവസ്ഥ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം കണ്ടതിൻ്റെ ഇരട്ടിയിലധികമാണ് നമ്മൾ ആക്ച്വലി ഈ വർഷം നമ്മൾ ഇലക്ട്രിക് കാറും സാധനങ്ങളും ഒക്കെ കാണുന്നത്. ദെൻ AI പവേർഡ് ഇൻഡസ്ട്രീസ്, മെഷീൻ ലേണിങ്ങുകൾ, എംബഡഡ് ഡിസൈൻ, ഓപ്പറേഷൻസ്, ആ ഒരു സെക്ടറൊക്കെ ആക്ച്വലി എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈഡ് റേഞ്ച് ഓഫ് വേഴ്സറ്റൈൽ ഒരു കോഴ്സ് തന്നെയാണ് ആക്ച്വലി. വേഴ്സറ്റൈൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു കോഴ്സും തന്നെയാണ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പറയാം, ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ സെക്ടറുകളിൽ അത്രത്തോളം ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. ബട്ട് നമുക്ക് നല്ല ക്രിയേറ്റീവ് സ്കില്ലും സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡിമാൻഡ് നമുക്കൊരു സപ്ലൈ നമ്മളെ അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും നമുക്ക് ആ ഒരു കഴിവുകൾ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ഗുഡ് കോഴ്സ്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയായിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇപ്പോൾ റാപ്പിഡ് റെവല്യൂഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, അതായത് AI, അതോടൊപ്പം തന്നെ EVസിലും ഓട്ടോമോട്ടീവ്സിലും ക്രിയേറ്റിംഗ് ന്യൂ റോൾസുകളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്. സോ ഇതോടുകൂടെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സ്കോപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ് അറിയാൻ താല്പര്യമുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കടന്നു വരേക്കും. ബൈ ബൈ.